ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ട CD ഡീലക്സ് ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അതേപോലെ തന്നെ കിക്കർ സ്ലിപ്പിംഗ് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർവീസുമായി ബന്ധപ്പെട്ട ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം വീലൊക്കെ കഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. അതേപോലെ തന്നെ ചെയിനായാലും നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്, ടൈറ്റ് ചെയ്തെടുക്കാം. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ തേയ്മാനം പറഞ്ഞാൽ വളരെ ഫ്ലാറ്റായ രീതിയിലുള്ള തേയ്മാനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മോഡൽ കട്ട യൂസ് ചെയ്യുന്നതിൽ നല്ലത് ഒന്നുപോലെ നൈലോൺ സാധാരണ കട്ട എടുക്കുക, അതല്ലെങ്കിൽ സാപ്പർ മോഡൽ V ഷേപ്പ് കട്ട എടുക്കുക. അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം ഇമാര് ഇത് വരുമ്പോഴത്തേക്ക് വണ്ടിക്ക് പാളിച്ച കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് കുറച്ചും കൂടി ഉപയോഗിക്കാണ്ട് മാറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. അതേപോലെ തന്നെ നമുക്ക് ആ ക്ലച്ചിൻ്റെ കേബിള് ഔട്ടർ വലിഞ്ഞേക്കണതാണ്. ക്ലച്ച് കിക്കർ പിടിക്കാതെ പോണതിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ക്ലച്ച് കേബിള് വലിഞ്ഞേക്കണം. ഔട്ടർ വലിച്ചിൽ വന്നേക്കണതാണ് ആ പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് വീലും കൂടി നമ്മളൊന്ന് അഴിക്കും. ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചിട്ടാണ്, ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അതേപോലെ തന്നെ റിമ്മിൻ്റെ അവസ്ഥയും വളരെ മോശമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം. റിമ്മ് മാറ്റി ടയർ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിളും ഇവിടെ പൊട്ടിയൊരവസ്ഥയിലാണ് നിൽക്കണേ. ആക്സിലേറ്റർ കേബിൾ കൂടി ചേഞ്ച് ചെയ്തതാണ്. ക്ലച്ച് കേബിളിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലീവ് പൊട്ടിയിട്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ തുരുമ്പിട്ട് ഔട്ടർ വലിഞ്ഞാണ് ഈ കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള കാരണം കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. വേറെ കംപ്ലൈൻറ്റ് എന്ന് പറയാനൊന്നുമില്ല. ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. നിലവിൽ നമുക്ക് ഇതിൻ്റെ ഇത് ഇരിക്കുന്ന ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി ഉണ്ട്, കൺവെർട്ടർ യൂണിറ്റ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ടുള്ളത്. അതിനകത്ത് ആക്സിലേറ്ററിൻ്റെ കേബിളും ക്ലച്ചിൻ്റെ കേബിളും നമുക്ക് മാറ്റിയിടണം. ബാക്കിത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഫ്രണ്ട് വീലിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ തീർമ്പിട്ട് ഫുള്ള് പോയേക്കാണ്. ആ കുറ്റി പുറത്തിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റിലേക്ക് വരാം. റിമ്മ് മാറ്റുന്ന കേസ് ഇടയ്ക്കൊന്ന് പരിഗണിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നിലവിൽ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടോ, എസ്റ്റിമേറ്റ് അടക്കം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വിളിക്കാം.